ഗൈസ്, അപ്പോൾ ഞാൻ കുറേ ഡേയ്സ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും DM-ൽ വന്ന് ചോദിക്കും എങ്ങനെയാണ് സൗദിക്ക് വരാനുള്ളത്, സൗദിയുടെ പ്രോസസ്സ് എങ്ങനെയാണ്. സോ ഞാൻ എപ്പോഴും എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് മതിയായി, അത് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വ്ളോഗിനോടുള്ള ടൈമോ നമുക്ക് അങ്ങനെയുള്ളൊരു ടൈം എനിക്കിതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒരു വീഡിയോ നമുക്ക് ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഒരു ബെനഫിറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് അപർണ. അപ്പോൾ ഞാൻ നേഴ്സായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുക 1.5 year ആയി. സോ ഫസ്റ്റ് നമ്പർ എങ്ങനെയാത്ത പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏജൻസിനെ കിട്ടാനൊന്നും പാടില്ല, പക്ഷെ നല്ലൊരു ഏജൻസി, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജൻസി കിട്ടാനാണ് പാട്. സോ നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കുക, അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. ഇന്ന പ്രോസസ്സാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏജൻസിനെ കണ്ടുപിടിച്ചതിന് ശേഷം അവരോട് നമ്മൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സും എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഇതെന്നും. സോ ഇവിടെ MOH എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ് സൗദി. സോ പ്രൈവറ്റിലും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. സോ MOH എപ്പോഴും മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും സൗദിയിലെ. സോ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാലോ പ്രൈവറ്റിലെ അണ്ടറിലായിരിക്കും. സോ MOH പ്രോസസ്സ് നല്ല ഡിലേ ആയിരിക്കും, പ്രൈവറ്റിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MOH ഭയങ്കര നമുക്ക് ബെനിഫിറ്റ് അറിയാലോ. ആസ് യൂഷ്വൽ നമ്മൾ ഗവൺമെന്റ് സെക്ടർ ആയിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ പ്രയോറിറ്റി കാര്യങ്ങളും നമുക്ക് അതിൽ ബെനിഫിറ്റ് കൂടുതലായിരിക്കും.